ഇന്നൊരു കോളിഫ്ലവർ റെസിപ്പി നോക്കാം. ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. ഇവിടെ പകുതി കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ വാഷ് ചെയ്യണമെന്നില്ല. ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നന്നായി വാഷ് ചെയ്തെടുക്കുക. 3-4 തവണ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ദെൻ വെജ് മസാല ആഡ് ചെയ്യുക. അതായത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ആഡ് ചെയ്യത്തില്ലേ, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിട്ട് ഒരു പാക്ക് കിട്ടുമല്ലോ. ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ദെൻ കുറച്ച് തേങ്ങ ഇടുക, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുക, കുറച്ച് നട്ട്സ് ഇടുക. ദെൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ വറുത്തത് കുറച്ച് തണുത്തതിന് ശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. കോളിഫ്ലവർ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും മിക്സ് ചെയ്യാം. ഇതിനായി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും പച്ചമുളകും ആഡ് ചെയ്ത് വഴറ്റുക. ദെൻ കുറച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം പൊടികളെല്ലാം ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞിടുക. ഗ്രേവിക്ക് നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ ഈ മൂപ്പിക്കുന്ന സമയത്ത് കുറച്ചധികം നേരം മൂപ്പിച്ചാൽ, മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചാൽ കളർ നന്നായിട്ട് കിട്ടും. ചിലർക്ക് ബ്രൗൺ കളറായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വഴറ്റിയാൽ ആ കളർ നിങ്ങൾക്ക് ആവശ്യമായ കളർ എത്തുന്നവരെ നിങ്ങൾക്ക് വഴറ്റാൻ ശ്രദ്ധിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റുക. കുറച്ച് ടേസ്റ്റിനായി 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ആഡ് ചെയ്യാം. അരപ്പ് ആഡ് ചെയ്ത് കുറച്ച് വഴറ്റിയ ശേഷം ഈ മിക്സിയിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടെ ആഡ് ചെയ്യാം. കുക്കറിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കുക്കറിൽ ചെയ്ത ശേഷം കോളിഫ്ലവർ ആഡ് ചെയ്ത് 2 വിസിൽ വേവിക്കുക. ഇതുപോലെ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ കോളിഫ്ലവർ ഇട്ട ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. കുക്കറിൽ കുക്ക് ചെയ്യുന്നവരാണെങ്കിലും പാനിൽ കുക്ക് ചെയ്യുന്നവരാണെങ്കിലും കോളിഫ്ലവർ കുക്കായ ശേഷം വെന്ത ശേഷം 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതായത് ഈ ഗ്രേവി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ടേസ്റ്റ് നോക്കിയ ശേഷം പതുക്കെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ കയറി 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ഇട്ട് ഉപ്പ് കൂട്ടരുത്. വളരെ കുറച്ച് ആഡ് ചെയ്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം മാത്രം കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഗ്രേവി സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മൂടി ഓപ്പൺ ചെയ്ത് ലോ ഫ്ലെയിമിലിടുക. എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതുവരെ നിങ്ങൾ ലോ ഫ്ലെയിമിലിടുക. ദെൻ ഓഫ് ചെയ്യുക. ഫുൾ ഡ്രൈ ആവണമെങ്കിൽ ഫുൾ വെള്ളം വറ്റി തീരുന്നത് വരെ നിങ്ങൾ ലോ ഫ്ലെയിമിലിടുക. ദെൻ ഓഫ് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു.